എന്നാശേ നമുക്ക് അവനോട് ചോദിക്കാം. നിക്കടാ അവിടെ. ഈ അഡ്രസ് അറിയാന്ന് വായിച്ചു നോക്കിട്ട് പറയടാ. പറയാൻ എടാ പോലടാ, ഓടലടാ. ചേട്ടൻ എന്തിനാ എന്നെ അടിച്ചേ? പൂജ വെപ്പിന് വായിക്കാൻ നടന്ന അറിയത്തില്ല തെള്ളി. നീ അവിടുത്തെ ഗുണ്ടയാടാ. ഓ ചേട്ടാ, എന്നാ തിരുമേനിയുടെ വീടാണെന്നൊന്ന് പറഞ്ഞു തരാമോ? എനിക്കറിയാൻ വയ്യ. ഞാൻ ഈ നാട്ടുകാരനല്ല. ആ വീട്ടിൽ ചോദിക്കേ. ഓരോ ഗുണ്ടകൾ ഇറങ്ങിയിരിക്കുന്നു. വീട്ടിൽ പോടാ. അങ്ങേര് പോയോ ആശാനെ? ഞങ്ങൾ കുറച്ച് ടൂളും കൂടെ എടുക്കാൻ പോയത്. അങ്ങേർക്കിട്ട് പണിയാൻ പറ്റിയ ഒരു ഊള ശിഷ്യന്മാര്. തിരുമേനിയുടെ വീട് ഈ വീട്ടുകാർക്ക് അറിയാം. അവിടെ ഒന്ന് പോയി ചോദിക്കാം. സാറേ, അവിടെ ഏതാണ്ട് വടിവാളും കത്തിയും വീട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് സാറേ. നമ്മുടെ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. വടിവാളും കത്തിയോ? അതാരത്? ഒന്നടാ, ഞാൻ നോക്കാം. ആരാ? ഗോപംകുണ്ട. ഗോതമ്പുണ്ടയോ? അവലോസുണ്ടാന്ന് കേട്ടിട്ടുണ്ട്. ഏത് ഗോതമ്പുണ്ട? ആശാനെ കളിയാക്കുന്നോ? ഗോതമ്പുണ്ടല്ല, ഗോപൻകുണ്ട. ഗോതമ്പുണ്ടയ്ക്ക് എന്താ വേണ്ട? ഈ ആയുധമൊക്കെ പൂജയ്ക്ക് വെക്കണ തിരുമേനിയുടെ വീടേതാ? ഇതാണോ? എന്റെ പൊന്ന് ഗോതമ്പുണ്ട, അല്ല ഗോതമ്പുണ്ട. ആ തിരുമേനിയുടെ വീട് ഇതല്ല, തൊട്ടിപ്പുറത്തെ വീടാ. അങ്ങോട്ട് പോക്കോ. ഇതല്ല. അപ്പൊ ഇതല്ല വീട്. ഇപ്പൊ ഞാൻ പോകുന്നു. പൂജ എടുക്കാൻ ഞാൻ ഈ വീട്ടിൽ വരും. അന്നേരം ഇത് തിരുമേനിയുടെ വീടും അത് നിന്റെ വീടുമായിരിക്കണം. ഗോതമ്പുണ്ടയാ പറഞ്ഞ ഗോതമ്പുണ്ടയാ പറയുന്നത്. ബാടാ മക്കളെ. അച്ഛാ, അതാരാ അച്ഛാ? അത് ഏതോ ഒരു ഗോതമ്പുണ്ട. അല്ല അച്ഛാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്ത് സംശയം? നമ്മളൊക്കെ ഇവിടെ ബുക്ക് പൂജ വയ്ക്കുമ്പോ എന്നെ വിജയദശമി എന്നല്ലേ പറയാറുള്ളത്? പക്ഷെ എന്റെ നോർത്ത് ഇന്ത്യയിലത്തെ ഫ്രണ്ട് അങ്ങനെയല്ലല്ലോ പറയണേ. വിജയദശമിക്ക് പകരം അവര് ദസറ പറയണേ. ആ രണ്ടിന്റെ വ്യത്യാസം എന്താ? അതിപ്പോ ഈ ദസറ ഇയാൾക്ക് സ്കൂളില്ല, എനിക്കന്ന് ജോലിക്കും പോകണ്ട, പബ്ലിക് ഹോളിഡേയാണ്. അത് അത്രയൊക്കെ അറിഞ്ഞാൽ മതി. ഇനി ഇത് കൂടുതലെല്ലാം അറിയണമെങ്കിൽ ഞാൻ ജോലിക്കാർ ജാനുവിനോട് ചോദിക്കാം. അവർക്ക് ആകുമ്പോൾ കൃത്യമായിട്ട് അറിയാം. പഴയ ആൾക്കാരല്ലേ. ജാനു ചേച്ചി ഈ ജാനു ചേച്ചി എന്തിങ്ങനെ ഒളിഞ്ഞു നിൽക്കണം സാറേ? ആ ഗുണ്ടകള് പോയോ? എന്റെ ചേച്ചി, അവന്മാര് വീട് മാറി കയറിയതാ. ഞാൻ രണ്ട് വിരട്ടങ്ങൾ വിരട്ടി കഴിഞ്ഞപ്പോഴത്തെ അവന്മാര് പേടിച്ചോ ഒറ്റ പോക്കം പോയി. പിന്നെ അവന്മാരെ ആ പുല്ലുപോലും കാണില്ല. അവന്മാര് സമാധാനായി. ഞാനിവിടെ ഉള്ളപ്പോ ഒന്നിനും പേടിക്കണ്ട ചേച്ചി. പിന്നെ ചേച്ചി, ഇവനാണ്ട് സംശയമുണ്ട്. ചേച്ചിക്ക് അറിയാൻ പാടില്ലാതെ പറഞ്ഞു. ചേച്ചി ഒന്ന് സമയം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. സമയം എന്താ മോനെ നിനക്കറിയണ്ടേ? അല്ല ജാനു ചേച്ചി, ഈ വിജയദശമിയും ദസറയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതെ മോനെ, രണ്ട് ഐതിഹ്യങ്ങളുണ്ട്. ഒന്ന് രാവണനെ കൊന്ന് രാമന്റെ വിജയം ആഘോഷിക്കുന്നത്, രണ്ടാമത്തെ ദാരികനെ കൊന്ന് ദുർഗാദേവിയുടെ വിജയം ആഘോഷിക്കുന്നത്. ഓ, എന്താ കഥ? അതൊരു വലിയ കഥയാ മോനെ. അത് പറഞ്ഞു തരാൻ ചേച്ചിക്ക് ഇന്ന് സമയമില്ല. പിന്നെ ഒരു ദിവസം പറഞ്ഞു തരാം കേട്ടോ. ആരോ വിളിക്കണ്ടേ? ഞാൻ പോയി നോക്കിട്ട് വരാം. വളവം കഴിച്ചതാണ്. വല്ലതും തരണം ചേച്ചി. 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട് വിശക്കണ് ചേച്ചി. നേരമില്ലാത്ത നേരത്തെ ഇങ്ങനെ ഒരു വരവ്. ഞാൻ ഫ്രിഡ്ജിൽ വല്ല പഴയതും ഉണ്ടെന്ന് നോക്കട്ടെ. വേഗം ആട്ടെ ചേച്ചി, വിശന്നിട്ട് വയ്യ. തനിക്ക് ഭാഗ്യമുണ്ടേ, പട്ടിക്കുള്ള മാറ്റി വെച്ചിരുന്നു. എടുത്തോ. കുളവം കടിച്ച് കാല് വയ്യ ചേച്ചി. കണ്ടില്ലേ, എനിക്ക് ഇങ്ങനെ വന്ന് വാങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, കാല് വയ്യ. ചേച്ചി ഇങ്ങോട്ടൊന്ന് ഇറക്കി കൊണ്ട് തരും ചേച്ചി. അയ്യോ പാവം. എന്നാ നീ കൊണ്ടുതരാം. ഞാൻ രാവണൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വന്നതാ. എന്റെ പൊന്ന് രാവണ, ഞാൻ അതിന് സീതയല്ല, ഇവിടുത്തെ വേലക്കാരി ജാനുവാ. എനിക്കറിയാം നീ സീതയല്ലെന്ന്. പക്ഷെ ആ കറിയൊന്നും നീ പറയണ്ട. അന്ന് സീത എടുത്തോണ്ട് പോകുന്നിട്ട് എന്തായിരുന്നു, ഒരു ഹനുമാൻ വന്നു, വാലിൽ തീ വെച്ചിട്ട് ആ ലങ്ക മുഴുവൻ കത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞു. അതിന് പുറകെ ഒരു പാലത്തെ കൂടെ രാമനും കുറെ കുരങ്ങന്മാരും കയറി വന്നു. അവന്മാർ അവിടുത്തെ ആളുകളെ മുഴുവൻ പിടിച്ചോണ്ട് പോയി. അതുകൊണ്ട് സീതയുടെ കാര്യം മിണ്ടി പോകരുത്.
ലങ്കയുടെ ഇന്നത്തെ അവസ്ഥ കാരണം എനിക്ക് പുനർജന്മം കിട്ടി ഞാൻ വീണ്ടും വന്നിരിക്കുന്നതാണ്. പക്ഷെ രാവണ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ സീതയല്ല ജാനു എന്ന്. എന്റെ മണ്ടോദരിയെ വിഭീഷണൻ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ഇനി എനിക്കത് സമ്മതിക്കാൻ പറ്റില്ല. മണ്ടോദരിയുടെ കൂടെ ഫുൾ ടൈം ആള് വേണം, വീട്ടിലെ ജോലികൾ ചെയ്യാനും അവൾ എവിടെയാണെന്ന് എന്നെ അറിയിക്കാനും. അതിനു വേണ്ടിയിട്ടാണ് നിന്നെ കൊണ്ടുപോകുന്നത്. താൻ സീതയെ കൊണ്ടുപോയപ്പോഴേ ഒരു രാമനെ പുറകെ വന്നോളൂ. എന്നെ കൊണ്ടുപോയാലേ ഞാൻ അങ്ങോട്ട് നോക്ക അത്രയും പേര് വരും പുറകെ. ഇത് അടുത്ത വീട്ടിലെ SI. ഇയാൾ വിചാരിച്ച 21 ദിവസം നിന്നെ പിടിച്ച് അകത്തിടാൻ പറ്റും. അതിന്റെ അടുത്ത വീട്ടിലെ ജഡ്ജിയന്മാർ. ഇവര് വിചാരിച്ചാൽ നിന്നെ ജീവിതകാലം മുഴുവൻ അകത്ത് കിടത്താം. ഇത് പടക്ക കിടക്കാനും ബാസു. ഇവൻ വിചാരിച്ചാൽ നിന്നെ പടക്കം പൊട്ടിച്ച് ഇപ്പൊ ദസറ ആഘോഷിക്കും ഞങ്ങളിവിടെ. എനിക്ക് ഇവരുടെയൊക്കെ വീട്ടിൽ പണിയുള്ളതാ. ഓരോ മണിക്കൂർ ഷെഡ്യൂൾ ഇട്ടാ ഞാൻ ഇവരുടെയൊക്കെ വീട്ടിൽ പണി ചെയ്യണേ. ഒരു ഹൗസിംഗ് ബോർഡിൽ 25 വീട്ടില് ഞാനാ പണിയെടുക്കണേ. എന്നെ കണ്ടില്ലെങ്കിൽ അവരെല്ലാരും വണ്ടി എടുത്ത് ഓടി എത്തും. എന്നെയാണെങ്കിൽ ലങ്കയ്ക്ക് ഉണ്ടാവാൻ വിചാരിച്ചേക്കണേ. നിന്റെ മണ്ടോദരിയേക്കാളും പവറാ ഈ ജോലിക്കാരി രാജ്ഞിക്ക് കേരളത്തില്. അഥവാ ഞാൻ വന്നെന്നുണ്ടെങ്കിൽ നീ ആ പുഷ്പവിമാനം വിട്ടാല് വേണമെങ്കിൽ ഞാൻ 1/2 മണിക്കൂർ വരാം. എടി മണ്ടു, സംഗതി എല്ലാം ഫ്ലോപ്പായി, ഒന്നും നടന്നില്ല. അവന്റെ ഒരു ലങ്ക വീട്ടുജോലിക്കാരോട് അവന്റെ കളി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ ഇത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നില്ല. ഒരു ജോലിക്കാരിയെ കിട്ടാൻ എന്തൊരു കഷ്ടപ്പാടാ.